മനുഷ്യന് പുഴുവിന്റെ വില പോലുമില്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ മുംബൈയിലെ ധാരാവിയിൽ നിന്നുയരുന്നത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിഷവാതകമുണ്ടാകുന്ന മാലിന്യ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ അത് മുംബൈയിലെ ദിയോനാറാണ്. 90 വർഷമായി ദിവസം 3000 ടൺ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രം. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മാലിന്യ പുറംപോക്ക്. ഇവിടേക്കാണ് ധാരാവിയിലെ 50,000-ഓളം മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കാൻ പോകുന്നത്. അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്തിട്ടുള്ള രാജ്യത്തെ ഏറ്റവും വലിയ പുനരധിവാസ പദ്ധതിയാണ് ധാരാവിയിലേത്. പരിസരത്ത് കൂടി പോലും പോകരുത് എന്ന് ഡോക്ടർമാർ ഉപദേശിക്കുന്ന മാലിന്യ കൂമ്പാരത്തിലെ 124 ഏക്കറിലാണ് മനുഷ്യർക്കു വേണ്ടി വീടുകൾ കെട്ടുന്നത്. ആ വീടുകളോട് ചേർന്ന് ശേഷിക്കുന്ന 200 ഏക്കറിൽ പിന്നെയും മാലിന്യങ്ങൾ തള്ളുകയും ചെയ്യും. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു അദാനി ഭരിക്കാൻ പോകുന്ന ധാരാവി. ധാരാവിയിൽ ഇപ്പോൾ 2 തരം മനുഷ്യരാണ്. 1.5 ലക്ഷം കുടുംബങ്ങളിലുള്ളവർ യോഗ്യതയുള്ളവർ, 4 ലക്ഷം കുടുംബങ്ങളിലുള്ളവർ അയോഗ്യർ. ധാരാവിയിൽ ഒരുക്കുന്ന ഭവന സമുച്ചയത്തിൽ താമസിക്കാൻ യോഗ്യതയുള്ളവരെന്നും യോഗ്യതയില്ലാത്തവരെന്നും തിരിച്ചിരിക്കുകയാണ് മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഈ യോഗ്യതയില്ലാത്തവരിൽ 1/2 ലക്ഷം പേർക്ക് വേണ്ടിയാണ് ദിയോനാറിൽ ഭവന സമുച്ചയം പണിയുന്നത്. അദാനി ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് പദ്ധതി ഏറ്റെടുത്തിരിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചേരി നിർമ്മാർജ്ജനമാണ് ധാരാവിയിൽ നടക്കാൻ പോകുന്നത്. ധാരാവിക്ക് പുതിയ മുഖം നൽകാനെന്ന പേരിൽ സൃഷ്ടിക്കുന്നത് ആഡംബര ഭവന സമുച്ചയമാണ്. അതിന്റെ ഓരങ്ങളിൽ പണിയുന്ന ചെറിയ വീടുകളാണ് നിലവിലുള്ളതിൽ 1.5 ലക്ഷം കുടുംബങ്ങൾക്ക് നൽകുന്നത്. ശേഷിക്കുന്നവരെ കുടിയിറക്കുന്നതാകട്ടെ ദിയോനാറിലെയും കുർളയിലെയും മാലിന്യ കൂമ്പാര കേന്ദ്രങ്ങളിലേക്കും. എന്തുകൊണ്ട് മാലിന്യ കൂമ്പാരം തിരഞ്ഞെടുത്തു എന്ന് കോടതി ചോദിച്ചപ്പോൾ വേറെ സ്ഥലം കിട്ടാനില്ല എന്നായിരുന്നു മഹാരാഷ്ട്ര സർക്കാരിന്റെ ഉത്തരം. വേറെ സ്ഥലമില്ലെങ്കിൽ മാലിന്യ കൂമ്പാരമാകാമോ എന്നാണ് ഉയരുന്ന ചോദ്യം. മുംബൈ നഗരത്തിൽ ദിവസവും ഉണ്ടാകുന്നത് 9,000 ടൺ മാലിന്യമാണ്. അതിൽ 3000 ടണ്ണും തള്ളുന്നത് ദിയോനാറിലും. 1937 ആരംഭിച്ചതാണ് ഇവിടുത്തെ മാലിന്യം തള്ളൽ. അതും തരംതിരിക്കാത്ത മാലിന്യമാണ് ഇവിടെ തള്ളുന്നത്. പ്ലാസ്റ്റിക്കും അറവ് മാലിന്യങ്ങളും ഹോട്ടൽ മാലിന്യവും വീടുകളിൽ നിന്നുള്ള മാലിന്യവും ഇലക്ട്രോണിക് മാലിന്യവും എല്ലാം ഉണ്ട് ദിവസവും കൊണ്ടുപോയി തള്ളുന്നതിൽ. ഈ കാലത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഇവിടെ തരംതിരിക്കുകയോ ശുദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും വിഷവാതകം നിറഞ്ഞ പ്രദേശം എന്നാണ് ഇതുവരെയുള്ള ഗവേഷണങ്ങളിലെല്ലാം ഈ പ്രദേശത്തെ വിലയിരുത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് 1-2 കിലോമീറ്റർ അകലെ താമസിക്കുന്നവർക്ക് വരെ ക്ഷയരോഗികളാണ്. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നാണ് ഇവിടേക്ക് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ദിയോനാറിൽ നിന്ന് 1 മണിക്കൂറിൽ ഉയരുന്നത് 6202 കിലോഗ്രാം മീഥെയ്ൻ ആണെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതി അറിയിച്ചത്. ഇതിന് 50 മീറ്ററിനുള്ളിലാണ് മാലിന്യത്തിൽ നിന്ന് വൈദ്യുതിയും CNGയും ഉണ്ടാക്കാനുള്ള 2 പ്ലാന്റുകൾ സ്ഥാപിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡം അനുസരിച്ച് ഇത്തരം പ്ലാന്റുകളുടെ 300 മീറ്റർ പരിധിയിൽ പോലും ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. ധാരാവിയിൽ ശരിക്കും ഒഴിപ്പിച്ചെടുക്കുന്നത് 600 ഏക്കർ സ്ഥലമാണ്. ശേഷം ഇവിടെയുള്ളവർക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് 296 ഏക്കറിൽ മാത്രവുമാണ്. ശേഷിക്കുന്ന പകുതിയിലേറെ സ്ഥലം വലിയ ഹൗസിംഗ് പദ്ധതിയായി മാറുകയാണ്. 25 വർഷം മുൻപ് മുതൽ അഥവാ 2000 ആണ്ട് ജനുവരി 1 മുൻപ് താമസിച്ചിരുന്നവർക്ക് മാത്രമാണ് ധാരാവിയിൽ പുതിയ വീടുകൾ കിട്ടുക. ശേഷിക്കുന്നവരിൽ 2000-നും 2011-നും ഇടയിൽ വന്ന് താമസിക്കുന്നവർക്ക് ദിയോനാറിൽ വീടുകൾ പണിത് വാടകയ്ക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അവർക്ക് വീടുകൾക്ക് അവകാശമുണ്ടാകില്ല. ഇങ്ങനെ അയോഗ്യരാക്കപ്പെടുന്നവരിൽ പകുതിയിലേറെ ആളുകളും 3-4 പതിറ്റാണ്ടായി ധാരാവിയിൽ താമസിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഇവർ നൽകിയ രേഖകൾ അധികൃതർ തള്ളിയെന്നാണ് പരാതി. അയോഗ്യർ എന്ന ലേബൽ കുത്തിയ 100 കണക്കിന് കുടുംബങ്ങൾ പരാതിയുമായി നടക്കുകയാണെങ്കിലും ആരും അത് ചെവിക്കൊള്ളുന്നില്ല. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തനം അവസാനിപ്പിച്ച മാലിന്യ കേന്ദ്രങ്ങളിൽ പോലും 100 മീറ്ററിനുള്ളിൽ വീട് പണിയാൻ അനുവാദമില്ല. മാലിന്യം തള്ളൽ അവസാനിപ്പിച്ച കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധി പോലും നോ ഡെവലപ്മെന്റ് സോണാണ്. ദിയോനാറിൽ മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്ന കേന്ദ്രത്തിൽ തന്നെയാണ് വീടുകൾ പണിതു നൽകാൻ പോകുന്നത്. ഇപ്പോ പദ്ധതി നടപ്പാക്കുന്ന നവഭാരത് മെഗാ ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തന്നെ ഒരു ദുരൂഹ കമ്പനിയാണ്. ഈ കമ്പനിയുടെ 80% ഓഹരികളും അദാനി ഗ്രൂപ്പിനെന്നാണ് രേഖകൾ. 20% ഓഹരി മാത്രമാണ് സർക്കാരിന്റെ സ്ലം
റീഹാബിലിറ്റേഷൻ അതോറിറ്റിക്കുള്ളത്. സർക്കാർ അതോറിറ്റി ന്യൂനപക്ഷമായ സംവിധാനമാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്നർത്ഥം. 5000 കോടി മൂലധനമുള്ള കമ്പനിയാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ പോകുന്ന ആസ്തിയുടെ മൂല്യം വ്യക്തമാണ്. ഇനി DONRലെ ആ ഭൂമിയിലേക്ക് നോക്കുക. 1.5 ലക്ഷം പേർക്കായി താമസ സൗകര്യം ഒരുക്കുന്ന അവിടെ ഇപ്പോഴുള്ളത് 80 ലക്ഷം ടൺ മാലിന്യമാണ്. ആ മാലിന്യം തട്ടി നിരത്തിയാണ് മുകളിൽ വീട് പണിയാൻ പോകുന്നത്. കമ്പി കൊണ്ട് ഒരു ചെറു കുഴിയെടുത്താൽ തന്നെ വിഷവാതകം കുമിഞ്ഞു വരുന്നൊരു പ്രദേശമാണ്. അവിടേക്ക് ഇത്രയും മനുഷ്യരെ താമസിപ്പിക്കാൻ വിടാൻ മനസ്സിൽ മനുഷ്യത്വമുള്ള ആർക്കെങ്കിലും കഴിയുമോ? ഈ ഒരൊറ്റ ചോദ്യത്തോടു കൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം. നമസ്കാരം.